Welcome to English Literature Link. Today we are going to discuss about methods and approaches in teaching English. HSA English syllabus 8th module fourth topic methods and approaches അതിൽ ആദ്യത്തേതാണ് GTM or grammar translation method. So it is one of the oldest methods used in language teaching, especially for teaching classical languages like Latin and Greek. It is still used in many parts of the world for teaching foreign languages, especially in formal classroom settings. ക്ലാസിക്കൽ ലാംഗ്വേജസിൻ്റെ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന വളരെ ഓൾഡസ്റ്റ് മെത്തേഡ്സിലൊന്നാണ് പഴയ മെത്തേഡ്സിലൊന്നാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്സ്. ഗ്രീക്ക്, ലാറ്റിൻ ഇതാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ട് കണക്കാക്കുന്നത്. സോ നമുക്കറിയാം, റിനൈസൻസ് എന്ന കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഗ്രേഷ്യോ റോമൻ കൾച്ചറിൻ്റെ റിവൈവലിനെയാണ്, റീബർത്തിനെയാണ്, ഗ്രേഷ്യോ റോമൻ ലിറ്ററേച്ചറിൻ്റെ റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ് റിനൈസൻസ് പീരീഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫീച്ചർ. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയ ലാറ്റിൻ, ഗ്രീക്ക്, മെയിൻ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഇതിൻ്റെ പഠനത്തിന് വേണ്ടി, പഠിപ്പിക്കുന്നതിന് വേണ്ടി, അധ്യയനത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതുകൊണ്ട് തന്നെ അതിനെ ക്ലാസിക്കൽ മെത്തേഡ് എന്നും പറയുന്നു. ഇറ്റ് ഈസ് ഇപ്പോഴും അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 19th സെഞ്ച്വറിയിലാണ് ഈ ഒരു മെത്തേഡ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. സോ GTMൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഇറ്റ് ഫോക്കസസ് ഓൺ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. ദാറ്റ് മീൻസ് ഇറ്റ് എംഫസൈസസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആൻഡ് റിട്ടൺ ട്രാൻസ്ലേഷൻ. ഇറ്റ് പേസ് ലിറ്റിൽ അറ്റൻഷൻ ഫോർ സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് സ്കിൽസ്. റീഡിംഗ് കോംപ്രിഹെൻഷനും അതുപോലെ വായിച്ച് അപഗ്രഥിക്കുന്നതിനും, ഒരു പാസേജ് വായിച്ച് അപഗ്രഥിക്കുന്നതിനും, അതുപോലെ ഡയറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുമാണ് ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അവിടെ സ്പീക്കിംഗ് സ്കിൽസിനോ ലിസണിങ് സ്കിൽസിനോ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. രണ്ടാമത്തേത്, ഇറ്റ് എംഫസൈസസ് ഓൺ ഗ്രാമർ റൂൾസ് ആൻഡ് വൊക്കാബുലറി. സോ ഗ്രാമർ ഈസ് ടോട്ട് ഡിഡക്റ്റീവ്ലി ഇൻ ദിസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡക്ഷൻ മീൻസ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ എന്നാണ് ഡിഡക്റ്റീവ് അല്ലെങ്കിൽ ഡിഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ റൂൾസ് ആദ്യം പഠിപ്പിക്കുന്നു, അതിനുശേഷം അതിൻ്റെ എക്സാമ്പിൾസ് പഠിപ്പിക്കുന്നു. ഓക്കെ, ഗ്രാമാറ്റിക്കൽ റൂൾസ്, അതായത് S+V+O ആണ് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ. അങ്ങനെ റൂൾസ് പഠിപ്പിക്കുന്നു. ഓക്കെ, റൂൾസ് പഠിപ്പിച്ചതിന് ശേഷമാണ് എക്സാമ്പിൾസ് ലേൺ ചെയ്യുന്നത് ലേണർ. സോ ഗ്രാമർ ഈസ് ടോട്ട് ഡിഡക്റ്റീവ്ലി, where students memorizes rules and apply them in translation exercises. Translate source ലാംഗ്വേജിൽ നിന്ന് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് ഈ റൂൾസ് എല്ലാം മെമ്മറൈസ് ചെയ്യുകയും ട്രാൻസ്ലേഷൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. തേർഡ് വൺ ഈസ് ദെൻ എംഫസൈസ് ഓൺ ഗ്രാമർ റൂൾസ് ആൻഡ് വൊക്കാബുലറി എന്ന് പറയുന്നു. റൈറ്റ്, വൊക്കാബുലറി ഈസ് ലേൺ ത്രൂ ബൈലിംഗ്വൽ വേർഡ് ലിസ്റ്റ്, ലൈക്ക് ടാർഗറ്റ് ലാംഗ്വേജ് അതുപോലെ നേറ്റീവ് ലാംഗ്വേജിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഈ ഒരു വേർഡ്സ്, ഇക്വലൻ്റ് ആയ വേർഡ്സ് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെമ്മറൈസേഷനാണ് മെമ്മറൈസേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ ത്രൂ ദ മദർ ടങ്. ദെൻ translation exercises, translation of text between L1 and L2. L1 means first language, L2 second language. അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജിന് സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയാം. ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഏത് ഭാഷയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഷയെ, അതിനെ L2 അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നു. എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്? ലൈക്ക് ട്രാൻസ്ലേറ്റ് സെൻറ്റൻസ് ഓർ ടെക്സ്റ്റ് ഫ്രം ദ ടാർഗറ്റ് ലാംഗ്വേജ് ടു ദ നേറ്റീവ് ലാംഗ്വേജ് ആൻഡ് വൈസ് വേഴ്സ. L2 to L1, L1 to L2 എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഭാഷ ഇമ്പ്രൂവ് ആവുന്നു. ഇവിടെ നേറ്റീവ് ലാംഗ്വേജിനെ L1നെ ഒരു മീഡിയം ആയിട്ടാണ് കണക്കാക്കുന്നത്. ബിക്കോസ് ഇൻസ്ട്രക്ഷൻ ഈസ് കണ്ടക്റ്റഡ് മോസ്റ്റ്ലി ഇൻ സ്റ്റുഡൻസ് നേറ്റീവ് ലാംഗ്വേജ്. സ്റ്റുഡൻസിൻ്റെ നേറ്റീവ് ലാംഗ്വേജിലൂടെയാണ് ഇൻസ്ട്രക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. Now, accuracy over fluency is given importance. അതുകൊണ്ട് തന്നെയാണ് ലിറ്റിൽ അറ്റൻഷൻ ടു സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്നത്. Now, accuracy over fluency. That means great importance is placed on correct grammar and sentence structure. സോ കറക്റ്റായ അക്യുറസിക്കാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഫ്ലുവൻ്റായി ഭാഷ സംസാരിക്കുക എന്നുള്ളതല്ല, ഗ്രാമാറ്റിക്കൽ റൂൾസ് ഫോളോ ചെയ്ത് കറക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുക, കറക്റ്റായി ഗ്രാമർ യൂസ് ചെയ്യുക എന്നാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് കൊണ്ട്
അതിൻ്റെ എയിം. ഇനി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇറ്റ് സ്ട്രെങ്തൻസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. റീഡിംഗ് റൈറ്റിംഗ് സ്കിൽസും സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ ഗ്രാമാറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഗ്രാമർ റൂൾസ്. ഇറ്റ്സ് ഗുഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് കോംപ്ലക്സ് ഗ്രാമർ റൂൾസ്. നൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അക്കാദമിക് ആൻഡ് ലിറ്റററി പർപ്പസ്. അക്കാദമിക് പർപ്പസസിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ലെസ് പ്രഷർ ഈസ് ഓൺ സ്പീക്കിംഗ്. സ്യൂട്ടബിൾ ഫോർ, ആക്ച്വലി ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻട്രോവേർട്ടഡ് ഓർ ഷൈ ലേണേഴ്സ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സ്പീക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പക്ഷേ ഗ്രാമാറ്റിക്കൽ റൂൾസ് യൂസ് ചെയ്ത് അക്യുറേറ്റ് ആയി സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, അത് ട്രാൻസ്ലേഷൻ എന്ന പ്രാക്ടീസിലൂടെയാണ് ഇവിടെ ടീച്ചിങ് നടക്കുന്നത്. നേറ്റീവ് ലാംഗ്വേജാണ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ ദ അഡ്വാൻറ്റേജസ് ഓഫ് GTM. എന്നാൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന് അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് സ്പീക്കിങ്ങിനെയും ലിസണിങ് ഈ രണ്ട് സ്കിൽസിനെയും നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് സ്റ്റുഡൻറ്റ് മേ നോട്ട് ബി ഏബിൾ ടു യൂസ് ദ ലാംഗ്വേജ് ഫോർ റിയൽ കമ്മ്യൂണിക്കേഷൻ. റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷന് ഇൻ്റലിജിബിളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഇൻ്റലിജിബിളായി ആയിരിക്കണം എന്നുള്ളതാണ്. ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തണം, ആ കാര്യം മനസ്സിലാവണം എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഈസ് മെൻറ്റ് ഫോർ ഇൻ്റലിജിബിൾ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ലാംഗ്വേജ് സംസാരത്തിലൂടെ ആശയം കൈമാറണം എന്നേ ഉള്ളൂ. അവിടെ ഗ്രാമർ റൂൾസ്, റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഗ്രാമാറ്റിക്കൽ റൂൾസിനോടുള്ള ഒബ്സഷൻ ആവശ്യമുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് മേ നോട്ട് ബി ഏബിൾ ടു യൂസ് ലാംഗ്വേജ് ഫോർ റിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Now, learning can be mechanical and unengaging. ഗ്രാമാറ്റിക്കൽ റൂൾസ് ഒരുപാട് മെമ്മറൈസ് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ലേണിംഗ് എന്ന ആ ഹോൾ പ്രോസസ്സ് വളരെ മെക്കാനിക്കലായിട്ടും അൺഎൻഗേജിങ് ആയും സ്റ്റുഡൻസിന് ഫീൽ ചെയ്യാം. Now, it gave a little emphasis on cultural context or practical usage. ഈ ഭാഷാ പഠനത്തിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ യൂസേജിനോ ഒന്നും അധികം ഇമ്പോർട്ടൻസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നൽകുന്നില്ല. സോ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അക്കാദമിക്കലാണ്, പ്യുവർലി അക്കാദമിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ലേണേഴ്സിനെ ടാർഗറ്റ് ലാംഗ്വേജിലുള്ള ലിറ്ററേച്ചർ റീഡ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നു. അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലേണേഴ്സിൻ്റെ ഇൻ്റലക്ച്വൽ അതുപോലെ അനാലിറ്റിക്കൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നതും, അതുപോലെ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂൾസിനെ, ഗ്രാമറിനെ കറക്റ്റായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ആണ്. ഇനി teaching techniques in grammar translation method are explanation of grammatical rules, memorization of vocabulary list. എന്ന് പറഞ്ഞാൽ ഗ്രാമർ റൂൾസ് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നു. അതിനുശേഷം വൊക്കാബുലറി വേർഡ്സും മീനിങ്സും പഠിക്കുന്നു. ട്രാൻസ്ലേഷൻ ഓഫ് ലിറ്റററി പാസേജസ്, അതിനുശേഷം ഒരു ടെക്സ്റ്റിലെ ഒരു പാസേജ് ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്ന് ടാർഗറ്റ് ലാംഗ്വേജിലേക്കും ടാർഗറ്റ് ലാംഗ്വേജിൽ നിന്ന് ഫസ്റ്റ് ലാംഗ്വേജിലേക്കും, അതായത് ഉദാഹരണത്തിന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് തിരിച്ച് മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗ്രാമാറ്റിക്കലി കറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു. യൂസ് ഓഫ് ബൈലിംഗ്വൽ വേർഡ് ലിസ്റ്റ്, ഗ്രാമർ എക്സസൈസസ് ആൻഡ് റിട്ടേൺ വർക്ക്സ്. ഇവിടെ ടീച്ചറുടെയും ലേണറുടെയും റോൾസ് എന്താണെന്ന് നോക്കാം. ടീച്ചർ ഈസ് എ അതോറിറ്റി ഫിഗർ ഹു ഗിവ്സ് ഡിറക്റ്റ് ഇൻസ്ട്രക്ഷൻ, പ്രൊവൈഡ്സ് കറക്റ്റ് ആൻസേഴ്സ്. മീൻസ് ടീച്ചേഴ്സ് ട്രഡീഷണൽ ക്ലാസ് റൂം സെറ്റപ്പിലെ പോലെ തന്നെ അതോറിറ്റി ഫിഗറാണ്. ടീച്ചർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനുശേഷം കറക്റ്റായ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ലേണർ ആണെങ്കിലോ ടീച്ചേഴ്സ് പറയുന്നത് വളരെ പാസീവായി റിസീവ് ചെയ്യുന്ന പാസീവ് റെസിപ്പിയൻ്റ് ആണ്. അവിടെ ആക്റ്റീവ് റോളൊന്നും ലേണർക്കില്ല. ഹി ഓർ ഷീ ഈസ് എ പാസീവ് റെസിപ്പിയൻറ്റ്. നൗ ലേണർ മെമ്മറൈസസ് റൂൾസ് ആൻഡ് വെക്കാബുലറി, ഗ്രാമാറ്റിക്കൽ റൂൾസ് മെമ്മറൈസ് ചെയ്യുന്നു. ഒരുപാട് വേർഡ്സും അതിൻ്റെ മീനിങ്സും മെമ്മറൈസ് ചെയ്യുന്നു. അതിനുശേഷം ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് നടത്തുന്നു. ടീച്ചർ എന്ന് പറയുന്ന അതോറിറ്റി ഫിഗർ, ടീച്ചർ ഡിറക്ഷൻസ് നൽകുകയും അത് ആൻസേഴ്സ് കറക്റ്റ് ചെയ്ത് നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചറുടെയും ലേണറുടെയും റോൾ, ക്ലാസ് റൂമിലെ റോൾ എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് വി ഹാവ് ഡിസ്കസ്ഡ്. നൗ when we compare this grammar translation technique with others, we can see that grammar translation method focuses on reading and grammar, then uses mother tongue and key activities translation. ടാർഗറ്റ് ലാംഗ്വേജിലെ ഗ്രാമർ അതുപോലെ വേർഡ്സ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നു, ഗ്രാമാറ്റിക്കൽ റൂൾസ് പഠിക്കുന്നു. അതിനുശേഷം ട്രാൻസ്ലേഷൻ എന്ന ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജിൽ മാസ്റ്ററി ഉദ്ദേശിക്കുന്നത്. ഇനി ഡിറക്റ്റ് മെത്തേഡിലാണെങ്കിൽ ഡിറക്റ്റ് മെത്തേഡും ഓഡിയോ ലിംഗ്വൽ മെത്തേഡും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
Direct method focuses on speaking and listening target language and key activities conversation. Audiolingual method laanengil it focuses on listening and speaking. Then its key activities is drills. So audiolingual method ആണെങ്കിൽ റിപ്പീറ്റേഷനിലൂടെയും ഡ്രിൽസിലൂടെയാണ് ലാംഗ്വേജ് ടീച്ചിങ് എംഫസൈസ് ചെയ്യുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഓഡിയോ ലിംഗ്വൽ മെത്തേഡും ഡിറക്റ്റ് മെത്തേഡും കാണാം. ഇനി ഡിറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ കോർ ഐഡിയ ഓഫ് ഡിറക്റ്റ് മെത്തേഡ് ഈസ് ദാറ്റ് ടീച്ചിങ് ദ ലാംഗ്വേജ് ഡിറക്ട്ലി വിത്തൗട്ട് ട്രാൻസ്ലേഷൻ ഇല്ലാതെ ഓൺലി ടാർഗറ്റ് ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഡിറക്റ്റ് മെത്തേഡിൽ ടീച്ചിങ് പോസിബിൾ ആകുന്നത്. അവിടെ സ്പീക്കിംഗ് സ്കിൽസിനും ലിസ്ണിംഗ് സ്കിൽസിനുമാണ് ഡിറക്റ്റ് മെത്തേഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദെൻ ഇന്നും നമുക്കറിയാം അതിന് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന് ഇന്നും അതിൻ്റേതായ റെലവൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇന്നും നമ്മൾ ഗ്രാമർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ക്ലാസിക്കൽ ലാംഗ്വേജസിൻ്റെ സ്റ്റഡീസിന് ഇന്നും ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ബ്ലെൻഡഡ് വിത്ത് അതർ മെത്തേഡ്സ് ഇൻ സെയിം സെറ്റിംഗ്. ഇനി ക്ലാസ് റൂം ആക്ടിവിറ്റീസിലാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റിംഗ് പാസേജസ് ഫ്രം ടാർഗറ്റ് ലാംഗ്വേജ് ടു നേറ്റീവ് ലാംഗ്വേജ് ആൻഡ് വൈസ് വേഴ്സ. Now memorizing vocabulary lists, grammar drills and rule explanations are conducted. Writing sentences using a newly taught grammar rules. So these are all typical classroom activities of grammar translation method. So hope these classes are clear for you. So let me conclude by saying that grammar translation method laid the foundation for formal language teaching. Although outdated for communicative competence, it remains valuable in certain contexts. So thank you. That's all about grammar translation method. Welcome to English Literature Link. So methods of teaching. Next method ആണ് bilingual method of English language teaching. ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. Bilingual method of language teaching was developed by C.J. Dodson. ഇവിടെ രണ്ട് ലാംഗ്വേജസും മദർ ടങ്ങും അതുപോലെ ടാർഗറ്റ് ലാംഗ്വേജും L1 ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും രണ്ടും സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭാഷാ പഠനത്തിന് വേണ്ടി മദർ ടങ്ങിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇവിടെ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ പഠനം പോസിബിൾ ആകുന്നത്. അതായത് ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം L1 മദർ ടങ്ങിൽ തന്നെ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ലാംഗ്വേജിൻ്റെ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ ഗ്രാമറിനെ കുറിച്ചും വൊക്കാബുലറിയെക്കുറിച്ചും എല്ലാം മദർ ടങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ മദർ ടങ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്തിനാണ് മദർ ടങ് യൂസ് ചെയ്യുന്നത്? ഗ്രാമർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും സ്റ്റുഡൻസിന് അതുപോലെ വൊക്കാബുലറി ഓരോ വേർഡ്സും മീനിങ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനും മദർ ടങ് യൂസ് ചെയ്യുന്നു. നമുക്കറിയാം ബൈ മീൻസ് ടു, രണ്ട് ലാംഗ്വേജസും ഭാഷാ പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ് ബൈലിംഗ്വൽ മെത്തേഡ്. അതായത് ഫസ്റ്റ് ലാംഗ്വേജിൽ ഗ്രാമറിനെ കുറിച്ചും വൊക്കാബുലറിയെക്കുറിച്ചും ലേണേഴ്സിന് അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനുശേഷം ഇത് സെൻറ്റൻസ് പാറ്റേൺസ് ടാർഗറ്റ് ലാംഗ്വേജിൽ പ്രാക്ടീസ് ചെയ്യുന്നു. സെക്കൻഡ് ലാംഗ്വേജിലുള്ള സെൻറ്റൻസ് പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതാണ് ബൈലിംഗ്വൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ റിയാക്ഷൻ ടു ലിമിറ്റേഷൻസ് ഓഫ് ഡിറക്റ്റ് മെത്തേഡ് ആൻഡ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ഇറ്റ് കമ്പൈൻസ് spoken fluency with native language support. So key features of bilingual method are use of mother tongue for support, sentence level translation not word for word, dialogues are central to teaching, repetition and oral practice, grammar is taught in the context. So what about teaching procedure? We have already seen that bilingual method uses both mother tongue and target language strategically, and explanation of grammar and vocabulary is given in first language or mother tongue, and then sentence patterns are practiced in the target language or L2. Now let's see what are the advantages of bilingual method. Saves time and clarifies complex concepts. ഫസ്റ്റ് ലാംഗ്വേജിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സേവ് ചെയ്യാൻ ലേണേഴ്സിൻ്റെ ഫസ്റ്റ് ലാംഗ്വേജിലാണ് ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് ടൈം സേവ് ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല കോംപ്ലക്സ് ആയ കോൺസെപ്റ്റുകളെല്ലാം ക്ലാരിറ്റിയോടുകൂടി ലേണേഴ്സിന് പ്രസൻറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ലേണേഴ്സിൻ്റെ ആൻസൈറ്റി ഇതുകൊണ്ട് തന്നെ ലെസ് ആക്കാൻ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നു. Now disadvantages of bilingual method.
ഇറ്റ് മേ കോസ് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ L1. ഫസ്റ്റ് ലാംഗ്വേജിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കാരണമാകും എന്നാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് കാണിക്കാനുള്ളത്. നൗ ഇറ്റ്സ് ലിമിറ്റഡ് ടാർഗറ്റ് ലാംഗ്വേജ് ഇമേർഷൻ. മാക്സിമം ടാർഗറ്റ് ലാംഗ്വേജിന് വേണ്ടിയല്ല ഇവിടെ ഈ ഒരു ക്ലാസ് റൂമിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, കാരണം കോൺസെപ്റ്റുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി സോഴ്സ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. നൗ ഇറ്റ് റിക്വയർസ് ബൈലിംഗ്വൽ ടീച്ചർ. രണ്ട് ലാംഗ്വേജ് ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ടീച്ചേഴ്സ് വേണം. ബൈലിംഗ്വൽ ടീച്ചേഴ്സിനാണ് ഈ ബൈലിംഗ്വൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് സ്യൂട്ട് ആയിട്ടുള്ളത്. ഇറ്റ് റിക്വയർസ് കെയർഫുൾ ബാലൻസ് ടു അവോയ്ഡ് റിവേർട്ടിംഗ് ഫുള്ളി ടു ട്രാൻസ്ലേഷൻ മെത്തേഡ്. നമ്മളൊരു ടാർഗറ്റ് സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റേ ടാർഗറ്റ് ലാംഗ്വേജ് ഏത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് പ്രവർത്തിക്കുന്നത് എന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ട്രാൻസ്ലേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ മുൻപ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. സോ ഇറ്റ് റിക്വയർസ് കെയർഫുൾ ബാലൻസ് ടു അവോയ്ഡ് റിവേർട്ടിംഗ് ഫുള്ളി ടു ട്രാൻസ്ലേഷൻ മെത്തേഡ്. വളരെ കോമ്പീറ്റൻ്റ് ആയ ഒരു ബൈലിംഗ്വൽ ടീച്ചറിന് മാത്രമാണ് ഈ ഒരു ലാംഗ്വേജ് മെത്തേഡിലൂടെ ലാംഗ്വേജ് ടീച്ചിങ് നടത്താൻ കഴിയുകയുള്ളൂ. So when you look at classroom application of this method, we can see that this method is suitable for Indian classrooms because it helps bridge home school language gap, and it is useful in government or vernacular schools, and it's good for beginner level learners. So this bilingual bilingual method developed by C.J. Dodson is effective for early language learning. It combines familiarity with communicative goals. Fine. So that's all about bilingual method of language teaching. Thank you. Hi, welcome to English Literature Link. So language teaching methods next method, direct method of language teaching. So in direct method, the core idea is teaching the language directly without translation. മദർ ടങ് യൂസ് ചെയ്യാതെ, സോഴ്സ് ലാംഗ്വേജ് യൂസ് ചെയ്യാതെ, ഫസ്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യാതെ ലാംഗ്വേജ് ടീച്ചിങ് പോസിബിൾ ആക്കുന്നതിനെയാണ് ഡിറക്റ്റായിട്ട് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ടാർഗറ്റ് ലാംഗ്വേജ് ഓൺലി. ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ നടക്കുന്നത്. അവിടെ ഈ ടാർഗറ്റ് ലാംഗ്വേജ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, മദർ ടങ് യൂസ് ചെയ്യില്ല. ബൈലിംഗ്വൽ മെത്തേഡ് നമ്മൾ കണ്ടു, അതിൽ അങ്ങനെ ആയിരുന്നില്ല. ബൈലിംഗ്വൽ മെത്തേഡിൽ മദർ ടങ്ങും അതുപോലെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷയും സെക്കൻഡ് ലാംഗ്വേജും രണ്ട് ലാംഗ്വേജസും യൂസ് ചെയ്യും. ഡിറക്റ്റ് മെത്തേഡിലാണെങ്കിൽ മദർ ടങ് യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഫോക്കസസ് മോർ ഓൺ ഓറൽ കമ്മ്യൂണിക്കേഷൻ, യൂസസ് ടാർഗറ്റ് ലാംഗ്വേജ് ഡയറക്ട്ലി. അഗെയിൻ ഫോക്കസസ് ഓൺ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് സ്കിൽ. കാരണം ഓറൽ കമ്മ്യൂണിക്കേഷനും ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സ്പീക്കിംഗ് സ്കില്ലിനും ലിസണിങ് സ്കിൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, കറക്റ്റ് പ്രൊനൗൺസിയേഷന് പ്രൊമിനൻസ് കൊടുക്കുന്നു. Okay. So direct method, now you can see that vocabulary is taught through relia, visuals or demonstrations. Grammar is taught inductively. Inductively എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഫ്രം എക്സാമ്പിൾസ് ആണ്. റൂൾസ് ആദ്യം പഠിച്ച് പിന്നീട് എക്സാമ്പിൾസ് പറയുന്നതല്ല, എക്സാമ്പിൾസ് ആദ്യം പഠിക്കുന്നു, അങ്ങനെ റൂൾ മനസ്സിലാക്കുന്നു. സോ ഗ്രാമർ ഈസ് ടോട്ട് ഇൻഡക്റ്റീവ്ലി ഇൻ ഡിറക്റ്റ് മെത്തേഡ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ആണ് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്. സോ ഡിറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജിലാണ് ഹോൾ ഇൻസ്ട്രക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആർ ഡെവലപ്സ് ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഹൈലി ഇഫക്റ്റീവായ മെത്തേഡാണ് ഡിറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇറ്റ് മേക്സ് ലേണേഴ്സ് തിങ്ക് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഭാഷ മാതൃഭാഷയാണല്ലേ. ഇവിടെ ആളുകളെ ലേണേഴ്സിനെ ടാർഗറ്റ് ലാംഗ്വേജിൽ ചിന്തിക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ലാർജ് ക്ലാസ്സിന് സ്യൂട്ടബിൾ അല്ല. കാരണം ഡൈവേഴ്സായ ലേണേഴ്സ് ലാർജ് ക്ലാസ്സിലുണ്ടാവും. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ക്ലാസ് ആൻഡ് ഇറ്റ് റിക്വയർസ് ഹൈലി സ്കിൽഡ് ടീച്ചേഴ്സ്. സെക്കൻഡ് ലാംഗ്വേജിൽ വളരെ കോമ്പീറ്റൻ്റ് ആയ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിറക്റ്റ് മെത്തേഡ് പോസിബിൾ ആവുകയുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. നൗ ദിസ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ലാംഗ്വേജ് ടീച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് 1940s 1970s ഇൻ ബിറ്റ്വീൻ 1940s ആൻഡ് 1960s യു എസ് പോലുള്ള രാജ്യങ്ങളിൽ
പോപ്പുലർ ആയിരുന്ന ഒരു മെത്തേഡാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. എസ്പെഷ്യലി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് മിലിറ്ററി പേഴ്സണൽസിനെ ക്വിക്കായി ട്രെയിൻ ചെയ്യാൻ വേണ്ടി, ഫോറിൻ ലാംഗ്വേജസ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സൂൺ ആഫ്റ്റർ സെക്കൻഡ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 1940s and 1960s, ദിസ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഈസ് എ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ് ദാറ്റ് ബിക്കം പോപ്പുലർ, എസ്പെഷ്യലി ഇൻ US during Second World War, to quickly learn or quickly train military personnel in foreign languages. So നമുക്കറിയാം, it is based on behaviorist theory and emphasizes on habit formation, repetition and drills. 3 കാര്യങ്ങളാണ്. ഒന്ന് ബിഹേവിയറൽ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നത്. അത് എംഫസൈസ് ചെയ്യുന്നത് ഹാബിറ്റ് ഫോർമേഷനാണ്. എങ്ങനെയാണ് ഹാബിറ്റ് ഫോർമേഷൻ, ലിംഗ്വിസ്റ്റിക് ഹാബിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അത് റിപ്പീറ്റായി യൂസ് ചെയ്യുന്നതിലൂടെയും ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെയാണ്, അല്ലേ? സോ ഇറ്റ് എംഫസൈസ് ഓൺ ഹാബിറ്റ് ഫോർമേഷൻ. ഈ ഹാബിറ്റ് ഫോർമേഷൻ പോസിബിൾ ആവുന്നത് റിപ്പീറ്റേഷനിലൂടെയും ഡ്രിൽസിലൂടെയുമാണ്. സോ ഇവിടെയും ലിസണിങ്ങും സ്പീക്കിങ്ങും തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് കം ബിഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നൗ ഇറ്റ്സ് പ്രയോറിറ്റി ഈസ് ഓൺ ഓറൽ സ്കിൽസ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഓറൽ സ്കിൽസിനും പ്രൊനൗൺസിയേഷനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൽ നൽകുന്നത്. നമ്മൾ പറഞ്ഞു ഡ്രിൽസിലൂടെയും റിപ്പീറ്റേഷൻസിലൂടെയുമാണ് ഹാബിറ്റ് ഫോർമേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു. എന്താണ് ഡ്രിൽസ്? എങ്ങനെയാണ് ഡ്രിൽസ്? ഡ്രിൽസ് മീൻസ് ലാംഗ്വേജ് ഈസ് ടോട്ട് ത്രൂ പാറ്റേൺ ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ ഡയലോഗ് മെമ്മറൈസേഷനിലൂടെ, റിപ്പീറ്റേഷനിലൂടെയും എല്ലാമാണ് ഈ ലാംഗ്വേജ് ടീച്ച് ചെയ്യുന്നത്. ആൻഡ് ഗ്രാമർ ഈസ് ടോട്ട് ഇംപ്ലിസിറ്റ്ലി, ദാറ്റ് മീൻസ് എക്സ്പ്ലനേഷനിലൂടെ അല്ല ഗ്രാമർ ഇവിടെ ടീച്ച് ചെയ്യുന്നത്. So in audio lingual method, grammar is taught implicitly, not through explanation. That means grammar explain ചെയ്ത് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഡയലോഗ് മെമ്മറൈസേഷനിലൂടെയും അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഡയലോഗ്സ് പറയുകയും ലാംഗ്വേജ് യൂസ് ചെയ്യുകയും ചെയ്യുന്നത് വഴി ഗ്രാമർ ഓട്ടോമാറ്റിക്കലി ഗ്രാമാറ്റിക്കൽ പാറ്റേൺസ് ആ ലേണർ ഇൻറ്റേർണലൈസ് ചെയ്യുന്നതിനെയാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് പ്രോത്സാഹിപ്പിക്കുന്നത്. സോ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഫോക്കസസ് ഓൺ ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ്, ആൻഡ് its priority is on oral skills and pronunciation. Language is taught through pattern drills, dialogue memorization and repetition. Grammar is taught explicitly, not through explanations. Now next method is structural oral situational approach. SOS approach എന്നാണ് പൊതുവെ പറയാറ്. So this SOS approach is originated in UK. That means it is widely used in British schools. British schools-ലാണ് SOS approach widely യൂസ് ചെയ്യാറ്. നമുക്കറിയാം ടൈറ്റിൽ കാണുന്ന പോലെ 3 സിറ്റുവേഷൻസിലാണ്. കോർ ഐഡിയാസ് 3 സ്ട്രക്ചറൽ അപ്രോച്ച് ഉണ്ട്, ഓറൽ അപ്രോച്ച് ഉണ്ട്, സിറ്റുവേഷണൽ അപ്രോച്ച് ഉണ്ട്. അതാണ് SOS അപ്രോച്ച്. So its core idea is language is learned through structures, oral practices and meaningful situations. Let's see. ഫസ്റ്റ് വൺ സ്ട്രക്ചറൽ അപ്രോച്ച്, അല്ലെങ്കിൽ സ്ട്രക്ചർ ബേസ്ഡ് സിലബസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജിനെ ഗ്രാമാറ്റിക്കൽ പാറ്റേൺസ് ആയി ബ്രോക്ക് ഡൗൺ ചെയ്യുന്നു. ആ രീതിയിൽ സ്ട്രക്ചറൽ ഡിവിഷനിലൂടെ ലാംഗ്വേജിൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ് ഇൻറ്റേർണലൈസ് ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത് ചെയ്യുന്നത് ഓറൽ പ്രാക്ടീസസ് ആണ്. ബേസിക് സ്ട്രക്ചേഴ്സ് ബ്രോക്ക് ഡൗൺ ചെയ്തതിന് ശേഷം ഓറൽ ഡ്രിൽസിലൂടെയും കൺട്രോൾഡ് സ്പീച്ചിലൂടെയും ഓറൽ പ്രാക്ടീസ്, വെർബലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ആദ്യം ഒരു ലാംഗ്വേജിൻ്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അതിനുശേഷം അത് സംസാരിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നു. ദെൻ തേർഡ് ഈസ് സിറ്റുവേഷണൽ ടീച്ചിങ്. ദാറ്റ് മീൻസ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ആർ പ്രസൻറ്റഡ് ഇൻ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്. സിറ്റുവേഷണൽ ടീച്ചിങ് മീൻസ് റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുന്നു. അതായത് വൊക്കാബുലറിയും ഗ്രാമറും യൂസ് ചെയ്ത് റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റുകളിൽ ഭാഷയെ ഉപയോഗിച്ച് ഭാഷാ പഠനം നടത്തുന്നു. സോ ഇതാണ് സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്. SOS അപ്രോച്ചിൻ്റെ അഡ്വാൻറ്റേജസ് മീൻസ് സോളിഡ് ഗ്രാമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടാകുന്നു, ഒരു ഗ്രാമാറ്റിക് ഫൗണ്ടേഷൻ ഉണ്ടാകുന്നു. മാത്രമല്ല ഈ SOS അപ്രോച്ച് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ലാംഗ്വേജിൻ്റെ ഘടന ആദ്യം പഠിക്കുന്നു, അതിനുശേഷം അത് ഓറൽ പ്രാക്ടീസ് ചെയ്യുന്നു, റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ അത് അപ്ലൈ ചെയ്ത് പഠിക്കുന്നു. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ ക്രിയേറ്റിവിറ്റിയും അതുപോലെ ഫ്രീ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉള്ള ഒരു സ്കോപ്പ് അവിടെ നെഗ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആൻഡ് ബിക്കോസ് ഇറ്റ് ഫോക്കസസ് മോർ ഓൺ ഫോം റാദർ ദാൻ ഫങ്ഷൻ. അതിൻ്റെ ഘടനയ്ക്കാണ് അല്ലെങ്കിൽ ഫോമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. ഇതിന് തന്നെയാണ് CLT എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്.
സോ ലാംഗ്വേജ് ഈസ് ലേൺ ഫസ്റ്റ് ബൈ യൂസിങ് ഇറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ് ഇതിൻ്റെ കോർ ഐഡിയ. അതായത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, ലാംഗ്വേജ് പഠിക്കുന്നത്, ലേൺ ചെയ്യുന്നത് എങ്ങനെയാണത് കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടാണ്, സംസാരിച്ചുകൊണ്ടാണ് ഭാഷ പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഫോക്കസസ് ഓൺ മീനിങ് ഓവർ ഫോം. അത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണം. അതിൽ ഫോമോ സ്ട്രക്ചറോ അല്ല ഇമ്പോർട്ടൻസ്, അതിൻ്റെ മീനിങ് ആണ്. മീനിങ് ഇഫക്റ്റീവായിട്ട് ലിസണറിലേക്ക് എത്തണം, അവിടെയാണ് അതിൻ്റെ എംഫസൈസ്. So it encourages real life tasks and functional language use. ഫങ്ഷണൽ ആസ്പെക്ട്സിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗ്രാമർ സെപ്പറേറ്റ് ആയി പഠിക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം അനുസരിച്ച്. ഗ്രാമർ ഈസ് ടോട്ട് ആസ് നീഡഡ്, നോട്ട് ഇൻ ഐസൊലേഷൻ. ബിക്കോസ് ഈ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ഓർ CLT അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻ്ററാക്ഷനെയാണ്. അതായത് പെയർ വർക്ക്, ഗ്രൂപ്പ് വർക്ക്, അതുപോലെ റോൾ പ്ലേക്ക് വേണ്ടി, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ഗ്രൂപ്പ്സ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്, അത്തരത്തിൽ ഇൻ്ററാക്ഷനെ പ്രൊമോട്ട് ചെയ്യാനാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൻ്റെ ഉദ്ദേശം. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഡെവലപ്സ് ഫ്ലുവൻസി, കോൺഫിഡൻസ് ആൻഡ് ഇൻറ്ററാക്ഷൻ സ്കിൽസ്. അതുപോലെ ഇൻറ്ററാക്ഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും സഹായിക്കുന്നു. കാരണം ഗ്രാമറിനോ മറ്റ് ഫോമിനോ മറ്റ് റൂൾസിനോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലേ. നമുക്ക് ഈ ഒരു CLT വളരെ എൻഗേജിങ് ആയ ഒരു ടീച്ചിങ് അപ്രോച്ച് ആണെന്ന് പറയാം. അത് മാത്രമല്ല ലേണർ സെൻറ്റേർഡ് ആണ്, ഹൈലി ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് CLT. ഇതിന് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇറ്റ് ക്യാൻ നെഗ്ലക്ട് ഗ്രാമാറ്റിക്കൽ അക്യുറസി എന്നാണ്. അതെ, സംസാരിക്കുമ്പോൾ ഗ്രാമർ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ആണെന്ന് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നെഗ്ലക്റ്റിംഗ് ഗ്രാമാറ്റിക്കൽ അക്യുറസി നെഗ്ലക്ട് ചെയ്യുന്നു. മാത്രമല്ല എക്സാം ഓറിയൻറ്റഡ് സെറ്റിങ്സിനെ ചലഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത്. ചലഞ്ചസ് എക്സാം ഓറിയൻറ്റഡ് സെറ്റിങ്സ്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസോ അല്ലെങ്കിൽ മറ്റേത് എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതിൽ അക്യുറസിയാണ് ഇമ്പോർട്ടൻറ്റ്. ഗ്രാമാറ്റിക്കൽ അക്യുറസി, സ്ട്രക്ചറൽ അക്യുറസി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പക്ഷേ ഒരു കാഷ്വൽ ഇൻട്രാക്ഷന് വേണ്ടിയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു ആസ്പെക്റ്റ് മാത്രമേ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടതുള്ളൂ. സോ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് ഭാഷ ഇൻട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. അവിടെ ഗ്രാമറിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇൻട്രാക്ഷനാണ്, മീനിങ് ഇൻട്രാക്ഷനാണ് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ്. സോ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് means it focuses on whole person addressing his emotion. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ സെൻറ്റേർഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ആ ഹ്യൂമൻ ബീയിങ്ങിനെ തന്നെയാണ് സെൻറ്ററായി കൺസിഡർ ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസിനെയും ലേണറുടെ ഇമോഷൻസിനെയും അതുപോലെ മോട്ടിവേഷനെയും സെൽഫ് എസ്റ്റീമിനെയും ഇൻഡിവിജ്വൽ നീഡിനെയും പരിഗണിച്ചുകൊണ്ടുള്ളൊരു ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ചാണ് ദിസ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. സോ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് focuses on whole person addressing emotions, motivation, self-esteem and individual needs. So let's see which are the important humanistic approaches. Learner centered ആണ്, individual difference in importance കൊടുക്കുന്നു, right? So community language learning, silent way, suggestopedia, TPR or total physical response. ഈ 4 methods of teaching ആണ്, approaches ആണ് humanistic approachൽ വരുന്നത്. First one is community language learning or CLL. So കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ചാൾസ് ക്യൂറൻ ആണ് ഇതിൻ്റെ ഈ ഒരു അപ്രോച്ച് ഡിവൈസ് ചെയ്തിട്ടുള്ളത്. ചാൾസ് ക്യൂറൻ ഇത് വളരെ ലേണർ സെൻറ്റേർഡ് ആയ ഒരു ടീച്ചിങ് അപ്രോച്ചാണ്. ബിക്കോസ് ടീച്ചർ ആക്ട്സ് ആസ് എ കൗൺസിലർ. ടീച്ചറുടെ റോൾ ഒരു കൗൺസിലറുടെ റോളാണ്, റൈറ്റ്. ഗ്രൂപ്പ് ലേണിംഗ് ഈസ് പോസിബിൾ വിത്ത് പിയർ സപ്പോർട്ട്. പിയർ സപ്പോർട്ടിലോടുകൂടി, പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ. സോ പിയർ സപ്പോർട്ടോട് കൂടി ഒരു ഗ്രൂപ്പ് ലേണിങ്ങിനെയാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ രീതികൾ ഇവിടെ സ്ലൈഡിൽ നമുക്ക് കാണാം. സ്റ്റുഡൻസ് സിറ്റ് ഇൻ എ സർക്കിൾ ആൻഡ് സ്പീക്ക് ഇൻ ദർ നേറ്റീവ് ലാംഗ്വേജ്. നേറ്റീവ് ലാംഗ്വേജിൽ സ്റ്റുഡൻസ് സ്പീക്ക് ചെയ്യുന്നു. ടീച്ചർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. സോ വളരെ സേഫായ കൊളാബറേറ്റീവ് ആയ ഒരു എൻവയോൺമെൻ്റ് ആണ്. സ്റ്റുഡൻസ് ഗ്രാജുവലി ആ ലേണിങ്ങിൻ്റെ കൺട്രോൾ ഇനീഷ്യലി ടീച്ചറുടെ കൗൺസിലിങ്ങിലൂടെ ആണെങ്കിലും സപ്പോർട്ടിലൂടെ ആണെങ്കിലും ഇനീഷ്യലി ആ ലേണിങ്ങിൻ്റെ കൺട്രോൾ സ്റ്റുഡൻസിന് കിട്ടുന്നു. നെക്സ്റ്റ് ഈസ് സൈലൻറ്റ് വേ. സൈലൻറ്റ് വേ വാസ് എ മെത്തേഡ് ടീച്ചിങ് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് devised by Caleb Gaetano, CALEB GATTEGNO. Here teacher stays mostly silent, students discover language. So in this method colors, charts, roads are all used. Teacher
അധികം സംസാരിക്കില്ല. സ്റ്റുഡൻസ് ആണ് ഡിസ്കവർ ചെയ്യുന്നത്. അവരുടെ തന്നെ എറേഴ്സ് അവർ സ്പീക്ക് ചെയ്യുന്നു, സ്റ്റുഡൻസ് സ്പീക്ക് ചെയ്യുന്നു. ദേ ഡിസ്കവർ ദെയർ എറേഴ്സ്, ദേ കറക്റ്റ് ദെയർ ഓൺ എറേഴ്സ്, റൈറ്റ്. സോ റോഡ്സും കളർ കോഡഡ് ചാർട്ട്സ് അതുപോലെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് സൈലൻറ്റ് വേ മെത്തേഡ് പോസിബിൾ ആവുന്നത്. അതായത് ഇവിടെ ലേണറുടെ ഓട്ടോണമിയാണ്. സ്റ്റുഡൻസ് തന്നെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, സ്റ്റുഡൻസ് തന്നെയാണ് അവരുടെ എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, റൈറ്റ്. So next is very important method of teaching, that is Suggestopedia. Suggestopedia. So it's devised by Georgy Lozanow. Here Suggestopedia, this method makes use of music, relaxation and suggestion to aid learning. നമുക്ക് കാണാറുണ്ട് ചില ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളരെ മൈൽഡായ മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. എന്തിനാണത്? റിലാക്സേഷന് വേണ്ടിയാണ് മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. അതുപോലെ ഒരു സജഷന് വേണ്ടിയും ലേണിംഗ് എയ്ഡ് ചെയ്യാൻ, ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു മൈൽഡ് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആയിരിക്കും. ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും മെമ്മറി എൻഹാൻസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ആൻഡ് ഡ്രാമ ക്യാൻ എൻഹാൻസ് മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് ത്രൂ ദ യൂസ് ഓഫ് മ്യൂസിക്, റിലാക്സേഷൻ ആൻഡ് സജഷൻ ടു എയ്ഡ് ലേണിംഗ്. സോ benefits of humanistic approach are: it increase learner motivation and engagement, it support mental and emotional health, it encourages creativity and confidence, it's effective in mixed ability and diverse classrooms. ഇനി ഇതിൻ്റെ ചാലഞ്ചസ് ആണെങ്കിൽ വളരെ എംപത്തറ്റിക് ആയ, സ്കിൽഡ് ആയ, മെച്യൂർ ആയ ടീച്ചേഴ്സ് വേണം ഇത് എംപ്ലോയ് ചെയ്യാൻ. ദെൻ ഈ മെത്തേഡെന്നല്ല, ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും അതിൻ്റെ ഫുൾ ബെനിഫിറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോമ്പീറ്റൻ്റ് ആയ ടീച്ചേഴ്സ് വേണം, സ്കിൽഡ് ആയ ടീച്ചേഴ്സ് വേണം, അതുപോലെ മെച്യൂർഡ് ആയ ടീച്ചേഴ്സ് വേണം. സോ നോട്ട് ഓൾവേസ് സപ്പോർട്ടഡ് ബൈ സ്റ്റാൻഡർഡൈസ്ഡ് കരിക്കുലർ. സ്റ്റാൻഡർഡൈസ്ഡ് കരിക്കുലം സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല, മാത്രമല്ല ടൈം കൺസ്യൂമിങ് ആണ്, അല്ലേ. അതായത് ഇതൊരു ട്രഡീഷണൽ മെത്തേഡ്സിൽ നിന്നും കുറച്ചുകൂടെ മാറിയിട്ടുള്ളൊരു അപ്രോച്ചാണ്, വേറൊരു അപ്രോച്ച്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ്. ഓക്കെ, നൗ നെക്സ്റ്റ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. സോ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, ഇറ്റ് ഈസ് ഡിവൈസ്ഡ് ബൈ Dr. James Asher. So it combines language learning with physical movement. It is based on how children learn their mother tongue and learners' response to command using body actions. അതായത് ലേണേഴ്സ് ഫിസിക്കലി, ആംഗ്യഭാഷയിലൂടെ ഫിസിക്കലി കമൻസിന് റെസ്പോണ്ട് ചെയ്യുന്നു. ബിഗിനേഴ്സിനും കിനസ്തെറ്റിക് ലേണേഴ്സിനും യൂസ്ഫുൾ ആയൊരു മെത്തേഡാണ് ഈ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഡോക്ടർ ജെയിംസ് ആഷറാണ് ഇത് ഡിവൈസ് ചെയ്തിട്ടുള്ളത്. സ്പീച്ചും ആക്ഷനും തമ്മിലുള്ള കോർഡിനേഷൻ, അതാണ് ഇതിൻ്റെ തിയററ്റിക്കൽ ബേസിക്സ്. ബിഹേവിയറിസ്റ്റ് സൈക്കോളജിയിലും കോഗ്നിറ്റീവിസ്റ്റ് സൈക്കോളജിയിലും ആണ് ഇതിൻ്റെ തിയറീസിൻ്റെ റൂട്ട്സ്. അഡ്വാൻറ്റേജസ് ആയിട്ട് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആൻസൈറ്റി കുറയ്ക്കുന്നു, അതുപോലെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത്. ലിസണിങ് ഇതിനാണ് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത്. ബിക്കോസ് ലിസണിങ് പ്രസീഡ് സ്പീക്കിംഗ് ഇൻ ലാംഗ്വേജ് അക്വിസിഷൻ. ഇവിടെ ലിസണിങ്ങിനാണ്, കാരണം കമൻസ് ലിസൺ ചെയ്യുന്നു, അതിനുശേഷമാണ് ലേണേഴ്സ് ആ കമൻസിന് റെസ്പോൺസ് ഫിസിക്കലി നൽകുന്നത്. സോ ലിസണിങ്ങിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് നൽകുന്നത്. സോ ടീച്ചേഴ്സ് കമൻസ് കൊടുക്കുന്നു, സ്റ്റുഡൻസ് ആക്ട് ചെയ്യുന്നു, അല്ലേ. സോ കോംപ്രിഹെൻഷൻസ്, ആ കമൻസിന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ആദ്യം ആ കമൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, അതിനെ കോംപ്രിഹെൻഡ് ചെയ്യണം, റൈറ്റ്. അതിനുശേഷമാണ് ഫിസിക്കൽ റെസ്പോൺസ് കൊടുക്കുന്നത്. സോ ആദ്യം തന്നെ സ്പീക്ക് ചെയ്യാനുള്ള ഒരു പ്രഷർ നൽകുന്നില്ല. ഇനീഷ്യലി തന്നെ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആണ്, എൻഗേജിങ് ആണ്. കിനസ്തെറ്റിക് ലേണേഴ്സ്, നമ്മൾ ടൈപ്സ് ഓഫ് ലേണേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ കിനസ്തെറ്റിക് ലേണേഴ്സിനെ കുറിച്ച് പറയുന്നു. സോ കിനസ്തെറ്റിക് ലേണിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ആക്ടിവിറ്റീസിലൂടെ എല്ലാം പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അത്തരം ലേണേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് TPR. സോ എങ്ങനെയാണ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, എന്തെല്ലാം കമൻസ് ആണ് ടീച്ചേഴ്സ് നൽകുക? സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അല്ലേ. സിറ്റ് ഡൗൺ എന്ന് പറയുന്നു, ടച്ച് യുവർ നോസ്, ഇങ്ങനെയുള്ള കമൻസ് കൊടുക്കുന്നു. സോ ആ കമൻസ് മനസ്സിലാക്കി സ്റ്റുഡൻസിന് ഫിസിക്കലി റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നു. സ്റ്റോറി ടെല്ലിംഗ്, കഥകൾ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ആക്ഷൻസിലൂടെ. സോ ഒരു വേർഡിൻ്റെ മീനിങ് അറിഞ്ഞില്ലെങ്കിലും ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ഗസ് നടത്തി ആ സ്റ്റോറിയുടെ ത്രെഡ് നഷ്ടപ്പെട്ടു പോകാതെ മനസ്സിലാക്കിയെടുക്കാൻ സ്റ്റുഡൻസിന് കഴിയുന്നു. റോൾ പ്ലേസിലൂടെ, മറ്റ് ഗെയിംസിലൂടെയെല്ലാം ലാംഗ്വേജ് ലേണിംഗ് പോസിബിൾ ആകുന്നു.
So advantages natural stress-free learning promote ചെയ്യുന്നു. It's effective for young learners and beginners. It improves memory and retention. ആക്ടിവിറ്റീസിലൂടെ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യം കുറച്ച് അധികം കാലം കൂടുതൽ കാലം ഓർമ്മയിൽ നിൽക്കും അല്ലേ. ഇറ്റ് എൻകറേജസ് ലിസ്ണിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ. നോ അതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് മീൻസ് ഇറ്റ്സ് നോട്ട് ഓൾവേസ് സ്യൂട്ടബിൾ ഫോർ അക്കാഡമിക് ഓർ എക്സാം ഫോക്കസ് സെറ്റിംഗ്. അതുപോലെ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. എഗെയിൻ കോമ്പീറ്റൻ്റ് ആയ ടീച്ചേഴ്സ് വേണം. So that's all about total physical response, which is a method devised by Dr. James Asher in English language teaching. So these are all various approaches of English language teaching. So hope these methods are clear for you. Thank you. Thanks for listening.